ഹായ് വെൽക്കം ബാക്ക് ടു 7 Seas Malu. ദിസ് ഇസ് EJ. ഇത് ഞാനൊരു സ്ഥലത്ത് പോകുന്നത് ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പാർക്ക്, എൻ്റെ ഹൗ ടു ഡിസൈൻ എ പാർക്ക്. ആ പാർക്കിൻ്റെ അകത്ത് ഞങ്ങളൊന്ന് ഫാമിലി ഗാദറിങ് നടത്തുന്നുണ്ട്. ഞാൻ നേരത്തെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ എടുക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അവിടെ ചെന്നിട്ട് അവിടുത്തെ സിറ്റുവേഷൻ നോക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇത് ഞങ്ങളുടെ ഫാമിലി ആകുമ്പോൾ നമുക്ക് എടുക്കാമല്ലോ. കുക്കിങ്ങും ആൾക്കാരും ഗെയിംസും ഒക്കെ വളരെ ഷോർട്ടായിരിക്കും. എന്നതിന് സ്റ്റേ വാച്ച്. Thank you. നമ്മുടെ പാർക്കിങ്ങിൻ്റെ ആൾക്കാരൊക്കെ വരുന്നു. Hi Shibu, how are you? Hello. Hi. Hi. Say hi. We'll be doing the program here. This zone I actually already mentioned this zone. So one group need to be gone by that time. Then we will start our program. Ji, welcome. Okay, thank you. This, yeah, this one, not ready yet. Yeah, thank you. ജോസിന്റെ വണ്ടി ബ്ലോക്ക് മാറ്റാൻ ചിക്കൻ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കുക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഹിറ്റ് പാട്ട് നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ പിക്നിക്ക് നടക്കുന്ന ആ സോണിൻ്റെയും ആ പാർക്കിൻ്റെയും സൈഡിലുള്ള ഒരു നല്ലൊരു ലേക്കാണ്. ഈ ലേക്ക് ചാൾസ് റിവറിൻ്റെയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ചാൾസ് റിവറിൻ്റെ ഈ സൈഡിലുള്ള ഈ പാർക്ക് ഇതുപോലെ വളരെ മനോഹരമായ താറാവും കൂട്ടന്മാർ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ. ഉറക്കമൊക്കെ പിടിച്ച് വെച്ച് കഴിഞ്ഞ് നല്ല ആഹാരമൊക്കെ കഴിച്ചേച്ച് വളരെ നോക്കിയിരിക്കുവാണ്. അപ്പം നമ്മൾ അങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ ഞങ്ങൾ കുക്ക് ചെയ്യുന്നു, അതുപോലെ പിക്നിക്കിനുള്ള പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ചിൽഡ്രൻസ് പാർക്ക് കൂടെ ഉണ്ട്. ഈ ചിൽഡ്രൻസ് പാർക്ക് വളരെ കുഞ്ഞുങ്ങൾക്ക് കളിക്കുവാനും അതുപോലെ നല്ല എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയയും കൂടി ഇതിൻ്റെ ബാക്കിലുണ്ട്. ഞാൻ നേരത്തെ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ്. ഇപ്പം ഞങ്ങൾ പിക്നിക്കായിട്ട് വന്നാലും പിള്ളേർക്ക് കളിക്കാനും അവർക്ക് കുറച്ച് റിലാക്സ് ചെയ്യാനും ഫ്രീഡം ഒക്കെ ഉണ്ട്. ഇവിടെ ആഹാരം കഴിക്കാൻ മാത്രമല്ലല്ലോ, ഇവിടെയും കൂടെ ഓടാം, ചാടാം, എല്ലാത്തിനുള്ള അവസരങ്ങളുള്ള ഒരു ഏരിയ കണ്ട് നമ്മുടെ ഫീൽഡ് കണ്ടില്ല. ഇവിടെ ഏത് ഗെയിംസും നടത്താം. അപ്പം ഞങ്ങളിന്ന് ഗെയിംസൊക്കെ നടത്താനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. മഴയില്ലെങ്കിൽ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഫോട്ടോ ഇങ്ങനെ വെക്കുന്നത് ഇതെല്ലാം നമ്മുടെ ഫ്രണ്ട്സാണ്. യൂട്യൂബ് വരും കേട്ടോ.
ഇപ്പം നമ്മുടെ ഫുഡുകളെല്ലാം കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നും മുഴുവനായിട്ടില്ല. അതിന് ശേഷമാണ് ഗെയിംസ് ഒക്കെ നടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം കുറേ പേര് അവിടെ ഹോട്ട് ഡോഗ്, ബർഗർ, അതുപോലെ ചിക്കൻ വിങ്സ്, പിന്നെ കോണ്, മറ്റ് സാലഡ്സ് ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്നു. അതുപോലെ കഴിക്കാനുള്ള തുടക്കത്തിലാണ് എല്ലാവരും. ഉച്ചകഴിഞ്ഞുള്ള സമയമായതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം രാവിലെ മുതൽ ഇവിടെ വന്ന് നമ്മൾ ഒത്തിരി വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവർക്കും നല്ല ആപ്പിറ്റൈസ് കിട്ടും. എല്ലാവരും വളരെ ഹാപ്പിയാണ്. From my side, and the other side. Very ready to rock and roll. Rock and roll. Yeah. നമ്മുടെ താറാവിൻ്റെ കുട്ടന്മാരെല്ലാം ഭയങ്കര ഉറക്കത്തില്ല. ഇതേ കണ്ടോ, നമ്മുടെ ഫാമിലി ഗ്യാതറിങ് നടക്കുമ്പോൾ എല്ലാവരും ഓരോ കല്ല് കയറി ഇരുന്നുകൊണ്ട് ഭയങ്കര ഉറക്കത്തില്ല. താങ്ക്സ് ഫോർ വാച്ചിങ് 7 Mallur. നമ്മുടെ താറാങ്കൂട്ടന്മാർ ഇരിക്കുന്നുണ്ടോ? എനിക്ക് ഉറക്കം കളയണ്ട. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. The best place to do the park and family gathering in this park, which I already ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ. ഈ പാർക്ക് ഒരു ഫാമിലി ഗാദറിങ്ങിന് പറ്റിയൊരു പാർക്കാണ്. ഈ പാർക്കിൽ ഏത് ഫാമിലിക്കും വന്ന് ജോയിൻ ചെയ്യാം. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. വളരെയധികം ഹാപ്പിയാണ് ഇവിടെ എല്ലാവരും വന്നു കഴിഞ്ഞാൽ. ഇന്നൊരു സാറ്റർഡേ ആണ്. ഞങ്ങളുടെ ഒരു ചർച്ചിൻ്റെയും ഞങ്ങളുടെ ഫാമിലി ഗാദറിങ് ഒരു നല്ലൊരു ഫാമിലി ഗാദറിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഇന്നത്തെ ചർച്ച് പക്കിങ്ങാണ്. സെൻറ്റ് സ്റ്റീഫൻ ക്നാനൈറ്റ് ചർച്ച്, ബോസ്റ്റൺ. ഈ 2024 ചർച്ച് പിക്നിക്, ഐ ആം ഓൾസോ എ പാർട്ട് ഓഫ് ദാറ്റ് community and church. So we all gather here in this park. ഇന്ന് ഇവിടെ ഈ നടക്കുന്ന ഈ പക്കിങ്ങിൽ പങ്കെടുത്തവരെല്ലാമാണ് ഈ പിക്ചറിൽ കാണുന്നത്. വളരെയധികം സന്തോഷമായിട്ട് നല്ല വെതറായിരുന്നു. അതുകൊണ്ട് വളരെയധികം എല്ലാവരും എൻജോയ് ചെയ്തതായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ ഇനിയിപ്പോൾ കുറേ ക്ലിപ്സുകളൊക്കെ ഈ ഗെയിംസിൻ്റെയാണ്. ഇത് മ്യൂസിക്കൽ ചെയറാണ് ഇപ്പോൾ നടക്കുന്നത്. അത് കഴിഞ്ഞ് ക്വിക്കായിട്ട് ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് കഴിഞ്ഞാൽ അടുത്ത പ്രോഗ്രാംസ് ഉണ്ട്. ക്വിക്കായിട്ടുള്ള കുറച്ച് ഗെയിംസ് കഴിഞ്ഞാൽ പിന്നെ കുറേ കപ്പിൾസിൻ്റെ ആക്ഷൻസ് പ്രോഗ്രാമുണ്ട്, കുറച്ച് ക്യൂസ് ഉണ്ട്, അതുപോലെ ഷോർട്ട് പുട്ട്, ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളുണ്ട്. ക്വിക്കായിട്ട് കാണിക്കാം. താങ്ക് യു. ഇപ്പം നടക്കുന്ന പ്രോഗ്രാം നമ്മളെ സ്വയംവരം എന്ന് പറയും.
ഒരു ഹസ്ബൻഡ് വൈഫിൻ്റെ കഴുത്തിൽ കൊണ്ടൊരു മാല ഇടുക, ആ മാല അടുത്ത ആളുടെ കൊടുക്കുക, അവർ കൊണ്ട് നേരെ ഹസ്ബൻഡിൻ്റെ സ്വന്തം ഹസ്ബൻഡിൻ്റെ കഴുത്തിൽ കൊണ്ടിടുക. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് സ്റ്റോപ്പ് ആകുമ്പോൾ അതവർ ഔട്ടാവും. ഇതാണൊരു പ്രോഗ്രാം. ഇത് വേറെ പ്രോഗ്രാമാണ്. കപ്പിൾസിൻ്റെ കണ്ണൊക്കെ കെട്ടിയിട്ട് നമ്മൾ കണ്ണ് കെട്ടിക്കൊണ്ട് നമ്മളുടെ വൈഫിൻ്റെ നെറ്റിയിൽ ഒരു പൊട്ട് തൊടണം. ആ പൊട്ടുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പൊട്ട് കറക്റ്റായിട്ട് തൊടുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഫസ്റ്റ് പ്രൈസ് ഉള്ളൂ. കണ്ണ് കെട്ടിക്കൊണ്ട് പൊട്ട് തൊടുന്നതുകൊണ്ട് കറക്റ്റ് നെറ്റിയുടെ നടുക്ക് തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിൽ ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ജിജി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇത് ചെയ്യുന്നത്, ജിജിയുടെ വൈഫ്. ഇവർക്ക് ഒരുപാട് ടാലൻസ് ഉള്ളവരാണ്. അവർ പ്രോഗ്രാംസൊക്കെ ചെയ്യുന്നു. നമുക്ക് കാണുമ്പോൾ അറിയാം, ഒരു പിക്നിക്കല്ലേ, എല്ലാവരും കൂടി ഒരു ക്നാ പിക്നിക്, ബോസ്റ്റൺ ക്നാനായ ചർച്ചിൻ്റെ ഒരു പിക്നിക് ആയതുകൊണ്ട് ഇവർ കൂടിയിരിക്കുന്നവർ എല്ലാവരും ക്നാനായ പീപ്പിളാണ്. ആർക്കെങ്കിലും ക്നാൻ അറിയാമല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ഇറ്റ് KNA, then you will be able to find it. കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഒന്നുമില്ല. എവിടെയാണ് ഇതിൻ്റെ പ്രോഗ്രാംസിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഏത് ചർച്ച എന്നൊക്കെ കൊടുത്തേക്കാം. ഇതുപോലാണ് നമ്മൾ പൊട്ട് തൊടേണ്ടത്. അപ്പോൾ ഓരോരുത്തരുടെയും തൊടും അത് കറക്റ്റായിട്ടുള്ള പൊട്ട് ഏത് സ്പോട്ടിലാണ് വന്നുള്ള 2-3 പേര് നിർത്തി നോക്കും, കറക്റ്റുണ്ടോ, ഇത് ശരിയായില്ല. അല്ലാത്തവരുടെ എല്ലാം ശരിയാവും, എല്ലാത്തവരുടെ എല്ലാം ശരിയാകത്തില്ല, കാരണം കണ്ണ് കെട്ടിയല്ലേ കിട്ടുന്നത്. അപ്പോൾ കണ്ടോ, ഓ മൈ ഗാഡ്, കറക്റ്റായിട്ട് എത്തിട്ടെന്ന് തോന്നുന്നു. ഒത്തിട്ടുള്ളവർക്ക് നല്ല പ്രൈസ് കിട്ടും. അവർ ഫസ്റ്റ് പ്രൈസ് ഒരു ഫണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ലുക്ക് അറ്റ് ദാറ്റ്. So my God, it's very funny. It's a good game. It's a nice game. Everybody can try. There's no issue with that. ഇത് വേറെ ഗെയിമാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. 3-4 സ്റ്റെപ്സ് ഉണ്ട്, അത് കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ സ്റ്റെപ്സ് ഏതാ ചെയ്യണമെന്ന് എൻ്റെ ഇൻസ്ട്രക്ടർ പറയും, 1 or 2 or 3 ആവും. അപ്പം അതനുസരിച്ച് അത് കണ്ടിന്യൂ ചെയ്യും. എന്റെ പണി തന്നെ ഇതല്ലേ. മനസ്സിലായി, അറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് കളി തുടങ്ങാം. ഓക്കെ, 1 2 3 4 3 2 ഓക്കെ 3 2 പൊങ്ങിക്കോ. ഇങ്ങനെ ഇരിക്കണ്ടോ, ഇരുന്നിട്ട് പോകാൻ വേണ്ട. 2 ആരാ ഔട്ടാണോ? അത് തന്നെ ഞാൻ പറഞ്ഞു, ഓരോരുത്തരായിട്ട് അല്ലല്ല, ആ കട്ടുന്നേരം തീരുന്നു. ഓക്കെ, 3 2 1 2 3 1 4 ഇത് ലേഡീസിൻ്റെ മ്യൂസിക്കൽ ചെയറാണ്. ഇറ്റ്സ് എ ഫൺ. അവസാനം ഒരാൾ അല്ലെ 2 പേര് ജയിക്കും. ഓരോ ചെയറും ഓരോരുത്തർ ഔട്ടാകുന്നതനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പം ഇതെല്ലാവർക്കും അറിയാവുന്ന ഗെയിമാണ്, എന്നാലും ഒരു രസമാണ്. ഇതിൻ്റെ അകത്ത് പ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഗെയിമാണ്. ഇത് കുഞ്ഞുങ്ങളുടെയാണ്. കുഞ്ഞുങ്ങൾക്കും ഒരു ഇൻട്രസ്റ്റാണ് ഒരു പിക്നിക് ഡേയിൽ എല്ലാവരുമായിട്ട്. അവർ കണ്ടില്ല, പ്രായ വ്യത്യാസം ഇല്ലാതെ അവർ കളിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റ്, വളരെ ഹാപ്പിയാണ്. കാരണം വെതർ നല്ലത്,
ഈ സമയമൊക്കെ ഞങ്ങൾക്ക് പുറത്ത് വന്ന് ഇങ്ങനെ ഉള്ള ഗെയിംസും പിക്നിക്കൊക്കെ ചെയ്യാൻ പറ്റിയ അവസരം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് കോവിഡ് കാലത്ത് അറിയാമല്ലോ, നമുക്ക് പുറത്തിറങ്ങാനോ ഒരു എൻ്റർടൈൻമെൻറ്റ് ഒന്നുമില്ലായിരുന്നു. എപ്പോഴാണ് മനുഷ്യരെല്ലാവരും ഒന്നുകൂടെ ഒരു ആക്റ്റീവായി തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഞങ്ങളിവിടെ ചെയ്യുന്ന പോലെ മാത്രമല്ല, നിങ്ങൾ ഇതിനേക്കാളൊക്കെ നല്ല 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 പ്രോഗ്രാം കാണുന്നുണ്ടെന്ന് അറിയാം. എങ്കിലും ഞങ്ങളുടെ പ്രോഗ്രാമുകൾ ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് 7 Seas Mallur. മ്യൂസിക്കൽ ചെയർ ഇത് കറക്റ്റ്, ഇത് കസാര കുറവ് കൂടുതല. എടുക്കാൻ വേണേ. ഓക്കെ സൂക്ഷിച്ചോ. ജോസിന്റെ ജോസ് ഫോട്ടോ ടോമി തിരിഞ്ഞോളൂ. കിട്ടിയോ? ഇല്ല പൊട്ട് വന്നല്ലോ. പൊട്ട് കിട്ടില്ല. വേറൊരു പൊട്ടോടെ തരാം. ജോമിക്കാൻ എപ്പോഴും പോട്ടാ. ഇങ്ങനെയാണോ? തിരിച്ചാണോ? കഴിഞ്ഞോ? അടുത്തത് നിതിന് പൊട്ട ഉണ്ടല്ലോ കയ്യിലല്ലേ? ഓക്കെ. മുഖം ഫീൽ ചെയ്യാതെ സൂര്യനെ കാണാം, പക്ഷെ ആരെയും കാണാൻ പറ്റും. സൂര്യൻ നല്ലതായിട്ട് വെട്ടം തെളിഞ്ഞു നിൽപ്പുണ്ട്. ആളെ കാണാൻ പറ്റും. ബിജു എന്തോ പുറകെ തിരിഞ്ഞോളൂ. ഒരു പൊട്ട് കുത്തിക്കോളൂ. ഇവിടെയാണോ? ഓക്കെ. ഇത് ഈ ദിവസത്തെ ലാസ്റ്റ് ഗെയിമാണ്. പലരും ഷോർട്ട് പുട്ട് എറിയുന്നതിൻ്റെ പൊസിഷൻസൊക്കെ എടുക്കുകയാണ്. ഷോർട്ട് പുട്ട് ഏറ്റവും കൂടുതൽ ലെങ്ത് എറിയുന്നവർക്കാണ് പ്രൈസ്. ഒരു ഫണ്ടിന് വേണ്ടി ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ അപകടവും കൂടെ വരാൻ ചാൻസ് ഉണ്ട്. ആൾക്കാർ അടുത്ത് നിന്നാൽ വേറെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല ആർക്കും. എനിവേ വെരി നൈസ് ആൻഡ് ഫണ്ണി day today for everyone from St. Stephen's Canonite Church, Boston. That's all my family friends. Thanks for watching our channel as well as sharing to other people, and please like us and subscribe and share. Thank you so much. Wow. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സമയം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നമ്മൾ ഓൾമോസ്റ്റ് കുറേ പ്രോഗ്രാംസ് നടത്തി. എൻ്റെ ചർച്ച് ഫാമിലി ഫ്രണ്ട്സാണ് ഇന്നിവിടെ പ്രോഗ്രാം നടത്തി. ഞങ്ങളൊരു പിക്നിക്ക് നടത്തിയത്. ഈ പിക്നിക്കിൽ ഒരുപാട് ഗെയിംസ് ഞങ്ങൾ ചെയ്ത് എല്ലാം ഒന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും മ്യൂസിക്കൽ ചെയർ, എസ്പെഷ്യലി ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ കപ്പിൾസ് ആക്ഷൻ പ്രോഗ്രാംസ് ആൻഡ് സ്വയംവരം എന്നുള്ളൊരു പ്രോഗ്രാം കൂടി ഇന്ന് ചെയ്തു. അതായത് ബേസിക്കലി ഹസ്ബൻഡ് നേരെ കൊണ്ട് മാല വൈഫിൻ്റെ തലയിലോട്ടിടും, കഴുത്തയിലോട്ടിടും. വൈഫ് റൈറ്റ് സൈഡിലുള്ള ഒരാൾക്ക് ആ മാല ഹാൻഡ് ഓവർ ചെയ്യും. അടുത്ത ആൾ പുള്ളിയുടെ വൈഫിൻ്റെ തലയിൽ കൊണ്ടിടും. അവർ അത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ചെയ്യുന്നവരാണ് അതിൻ്റെ അകത്ത് ഫസ്റ്റ് പ്രൈസ് വിന്നേഴ്സ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ പിള്ളേരുടെ മ്യൂസിക്കൽ ചെയർ, ലേഡീസിൻ്റെ മ്യൂസിക്കൽ ചെയർ, ഈവൻ ടഗ് ഓഫ് വാർ അറ്റ് ദ ലാസ്റ്റ് മൂമെൻറ്റ്. ആൻഡ് എനിവേ എവറിത്തിങ് ഈസ് ഗുഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള പാർക്കുകൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലെ ഫാമിലി ഗ്യാതറിങ് തുടക്കാം. അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കും. ഇവിടെ ഒരു ഫുഡ് പോലും ഞങ്ങൾ കേറ്റർ ചെയ്തില്ല. വീട്ടിൽ ഞങ്ങൾ വാങ്ങിച്ച കോസ്കോയിലും മറ്റുള്ള കടകളിലും വാങ്ങിച്ച ഫുഡുകൾ ഇവിടെ കൊണ്ടുവന്ന് ഗ്രില്ല് ചെയ്യുമായിരുന്നു. വളരെയധികം എൻജോയബിൾ. ഇവിടെ നോ ആൽക്കഹോൾ or anything like that. It's very interesting, nice place, and do that the same thing in your area too. Thanks for watching 7 Seas Mallur. See you next time. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. Stay watch.